ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു ഷോപ്പിങ്ങിന് പോകാൻ പോകണം. എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? എനിക്കിങ്ങനെ മുടിയൊക്കെ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നാട്ടിലാണെങ്കിൽ ആൾക്കാർ പറയും മുതുക്കിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. ഇവിടെ പിന്നെ ആരും നമ്മുടെ മുഖത്തേക്ക് പോലും നോക്കാത്ത കാരണം കുഴപ്പമില്ല. എല്ലാവരും വാട്സ് ഇൻ മൈ ബാഗല്ലേ കാണിക്കുന്നത്. ഞാൻ വാട്ട് ഐ പുട്ട് ഇൻ മൈ ബാഗ് കാണിക്കാമെന്ന് വെച്ചു. അത് ലിപ്സ്റ്റിക്, പിന്നെ എൻ്റെ ട്രാവൽ കാർഡ്, പിന്നെ എൻ്റെ കീസ്, പിന്നെ എൻ്റെ എയർപോർട്ട്. അങ്ങനെ ട്രെയിനിൽ ആർത്തുല്ലസിച്ച് പോവുകയാണ്. ഇവിടുത്തെ എസ്കലേറ്റർ സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിൽക്കും. തിരക്കുള്ളവർ മാത്രം റൈറ്റ് സൈഡിൽ കൂടി കയറി പോകും. എല്ലാവരും ഇത് പാലിക്കും കേട്ടോ. ഫസ്റ്റ് സ്റ്റോപ്പ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. അവിടെ നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഓടി വന്നതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ മോളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കടകളൊന്നും എവിടെയാണെന്ന് അറിഞ്ഞുകൂടാതെ അന്തം വിട്ട് നിൽക്കേണ്ട അവസ്ഥ ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എവിടെയാണ്, എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് വരെ അവർ പറഞ്ഞുതരും. ഇങ്ങനെ തേടി വള്ളി കാല് ചുറ്റി. ഇനി കാലിൽ വല്ല ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കണ്ണ് പോയത് ഈ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ്. എനിക്ക് ഹൈറ്റ് കുറവാണല്ലോ, അപ്പോൾ ഓപ്പോസിറ്റ് അട്രാക്ട്സ് ആണല്ലോ. ഒരു വെറൈറ്റി പിടിക്കാന്ന് വെച്ചു. ഈ പച്ച കളർ ചുമന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ ചെരുപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അവസരം ഞാൻ ഈ രണ്ടെണ്ണത്തിലേക്ക് നാരോ ഡൗൺ ചെയ്തു. എന്നിട്ട് അതിൽ ഏറ്റവും ഹൈറ്റ് കൂടി ഒരെണ്ണം നോക്കി പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് എനിക്കൊരു പ്രത്യേകതരം വിശപ്പ്, അതായത് മസാല ദോശ കഴിക്കാനുള്ളൊരു വിശപ്പ് വന്നു. ഞാൻ തപ്പിപ്പിടിച്ച് ഇവിടെ എത്തി. ഇതാണെങ്കിലോ നല്ലൊരു ക്രിസ്പി മസാല ദോശ. അതിൻ്റെ കൂടെ സാമ്പാർ ഇൻക്ലൂഡിങ് 4 ഡിപ്സ് ഉണ്ടായിരുന്നു. കൊതിയാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല, ചൂടാണെങ്കിൽ ഒരു രീതിയിൽ സഹകരിക്കുന്നില്ല. ആക്രാന്തം പിടിച്ചെടുത്തതാണ്, പക്ഷേ ചൂട് കാരണം പൊള്ളിപ്പോയി. എന്നിട്ട് പതുക്കെ ആദ്യം തേങ്ങാ ചട്നിയിൽ കൂട്ടി കഴിച്ചു, പിന്നെ ടൊമാറ്റോ ചട്നിയിൽ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ കപ്പലണ്ടി പോലത്തെ മിൻറ്റൊക്കെ ചേർത്തിട്ടൊരു ചട്നിയിൽ മുക്കി കഴിച്ചു. പിന്നെ ലാസ്റ്റ് സാമ്പാർ. ഞാൻ നിർവൃതി അടഞ്ഞു ഗൈസ്. 8 മാസത്തിന് ശേഷം മസാല ദോശ കഴിക്കുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മസാല ദോശ കഴിച്ചാൽ ഒരു ഫിൽറ്റർ കോഫി നിർബന്ധം. കിട്ടിയ ബസ് ചാടി കയറി വീട്ടിൽ പോകാനുള്ള പുറപ്പാടാണ്. നെയ്യെല്ലാം കൂടി അടിച്ച് കയറ്റിയിട്ട് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.